Hello dears, welcome back to Newton's USS exam series. അങ്ങനെ കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ USS എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേ ബൈ ഡേ നിങ്ങൾ ഓരോ സബ്ജക്ട്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെങ്കിൽ വേഗം കുറച്ച് ഫയർ ഒക്കെ ഇട്ട് എല്ലാവരും സെറ്റ് ആയിട്ട് പഠനമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ യെസ് മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിന്റെ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പാറ്റേൺ ചേഞ്ച് സംഭവിച്ചു, സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതേ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്ലസ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, എല്ലാവരും പെട്ടെന്ന് ആൻസേഴ്സ് ചാറ്റ് ബോക്സിൽ A ആണോ B ആണോ C ആണോ D ആണോ എന്നുള്ളത് വേഗം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. റെഡി അല്ലേ എല്ലാവരും? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് നന്നങ്ങാടി ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ഇവിടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതില് നന്നങ്ങാടീസുമായി കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നൊന്ന് വായിച്ചു നോക്കുക. നന്നങ്ങാടീസ് ആർ ദ ലാർജ് ക്ലേ ഏൺസ് യൂസ്ഡ് ഇൻ ദ മെഗാലിത്തിക് പീരീഡ് അല്ലെ? മെഗാലിത്തിക് കാലത്തെ വലിയ മൺപാത്രങ്ങളാണിവ. ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ഇവിടെ നമുക്ക് നമ്പർ ഇടാം, 1. Then 2 പറയുന്നത് they were mainly used for storing grains and food items. ഇവ പ്രധാനമായും ധാന്യങ്ങൾ സൂക്ഷിക്കുവാനാണ് ഉപയോഗിച്ചിരുന്നത്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ നോക്കാം, മോർട്ടൽ റിമൈൻസ് were buried inside these urns എന്ന് പറയുന്നുണ്ട് അല്ലെ? എന്താണ്? മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ. കണ്ടോ, മോർട്ടൽ റിമൈൻസ് ഓർ മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ ഇവയിൽ ഈ നന്നങ്ങാടിയിലാണ് അടക്കം ചെയ്തിരുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. they belongs to archaeological source of history അല്ലെ? ഇവ ചരിത്രത്തിലെ പുരാവസ്തു സ്രോതസ്സുകളിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് 1, 2, 3, 4 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ, ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ എല്ലാം ശരിയാണോ എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു നോക്കാം, ആൻസർ പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. 1, 2, 3, 4 ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന്? യെസ്, നമുക്ക് ഓപ്ഷൻ കാണാം. 1, 3 and 4 only, 1 and 2 only, 2 and 3 only, 1, 2, 3 and 4. That is all of these. ഈ പറഞ്ഞ 4ഉം ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഏതാണ്? യെസ്, എല്ലാവരും വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ A ആണ് അല്ലേ? 1, 3 and 4 അല്ലെ? 1, 3, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. They were not used for storing food grains. ഫുഡ് ഗ്രെയിൻസ് അഥവാ ധാന്യങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിരുന്നില്ല എന്തുപയോഗിച്ചിരുന്നത്? നന്നങ്ങാടീസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് അതിനെ കുറിച്ച് നോക്കിയാലോ. നോക്കാം, മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് ഈ പറയുന്ന നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്നത് ഈ ഭരണികളിലായാണ് എന്നുള്ളത് നമ്മുടെ പുരാവസ്തു അല്ലെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പിന്നീടുള്ളൊരു കണ്ടെത്തലായിരുന്നു ഈ നന്നങ്ങാടി എന്നുള്ളത്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴിച്ച് ബാക്കി പറഞ്ഞതെല്ലാം പെർഫെക്റ്റ് പക്ക ആണ് എന്നുള്ളത് നോട്ട് ചെയ്തേക്കാം. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഏതാണ് ശരി, അല്ലെങ്കിൽ ശരിയായ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് എല്ലാം ശരിയാണോ? ഒന്നെന്താ പറയുന്നത്? ബൂവേഴ്സ് were the descendants of Dutch, French, Germans who came to the South Africa from Europe എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? യൂറോപ്പിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻ വംശജരാണ് ഈ പറയുന്ന ബൂവറുകൾ. ഒന്നാമത്തെ പോയിന്റ്. ബൂവർ എന്ന വാക്കിന്റെ അർത്ഥം കർഷകൻ അഥവാ ഫാർമർ എന്നാണെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. 3 നോക്കാം, ബൂവേഴ്സ് ഒറിജിനലി സ്പോക്ക് ഓൺലി ഇംഗ്ലീഷ് ആൻഡ് അഡോപ്റ്റഡ് ആഫ്രിക്കൻസ് ലേറ്റർ എന്നാണ് കേട്ടോ. ബൂവറുകൾ ആദ്യം ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിച്ചിരുന്നത്, പിന്നീടാണ് ആഫ്രിക്കൻസ് ലേറ്റർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കേട്ടോ. യെസ്, ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? 1 and 2 only, 2 and 3, then 1 and 3 all of these statements ആണ് കേട്ടോ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1 and 2 ആണല്ലേ? എന്നാൽ മക്കളെ ഇവിടെ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇതാ ഇവിടെ നോക്കിക്കേ, ആഫ്രിക്കൻസ് ലേറ്റർ എന്നൊരു പോയിന്റ് ഇല്ലായിരുന്നു എങ്കിൽ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അല്ലെങ്കിൽ ഈ മൂന്നും ശരിയാണ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? യെസ്, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നേ നമുക്ക് ഭൂവറുകളെ കുറിച്ചൊന്ന് പറയാം. യൂറോപ്പിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയ നെതർലൻഡ്, അതായത് ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുടെ പിന്മുറക്കാരാണ്. ഏതൊക്കെയായിരുന്നു? ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഡച്ച്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എവിടേക്ക് എത്തിയത്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ രാജ്യങ്ങളുടെ പിന്മുറക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂവറുകൾ എന്ന് വിളിക്കുന്നത്. കൃഷിക്കാരൻ എന്നാണ് ഈ ഭൂവർ എന്ന ഡച്ച് പദത്തിന്റെ അർത്ഥം വരുന്നത് അല്ലെ. ഈ ജനവിഭാഗങ്ങൾ ആഫ്രിക്കാനേഴ്സ് എന്നും ഇവരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നും അറിയപ്പെടുന്നു. അതാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത പോയിന്റ്. ആഫ്രിക്കാൻസ് എന്ന് കൂടി തന്നു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്മെന്റും ശരിയായതായിട്ട് വരും കേട്ടോ. ആദ്യം അവർ ഇംഗ്ലീഷ് ആണ് ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണോടാ പറഞ്ഞത്? ഓക്കെ ആണോ? യെസ്. നോക്കിക്കേ, ഇവിടെ നമ്മളോട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ചധികം ABCDEFGH വരെ തന്നിട്ടുണ്ട്. ഇവരെ നമ്മുടെ ട്രാവലേഴ്സും. കോളം A, കോളം B റീജിയൻ ഓർ കൺട്രി അല്ലെ, ഏത് ദേശം അഥവാ ഏത് രാജ്യമാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതില് നിങ്ങൾക്ക് മാക്സിമം പോയ എക്സാമിന് ഒരു 4 എണ്ണമൊക്കെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുള്ളൂ. എന്നിരുന്നാലും ഈ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ. നോക്കാം. ഒന്നാമത്തത് മെഗസ്തനീസ് തന്നിട്ടുണ്ട്, സുലൈമാൻ, ദെൻ അബ്ദുൾ റസാഖ്, മാർക്കോ പോളോ. കണ്ടോ? മാർക്കോ പോളോ, ദെൻ ഇബിൻ ബത്തൂത്ത, നിക്കോളോ കോണ്ടി, ദെൻ മാഹുവാൻ, ദെൻ ബാർബോസ എന്ന ഇത്രയും അധികം ട്രാവലേഴ്സിന്റെ പേരാണ് നമുക്ക് കോളം എയിൽ തന്നിരിക്കുന്നത്. മാച്ച് ഇറ്റ് വിത്ത് കോളം ബി. കോളം ബി ഏതിനോട് മാച്ചിങ് ആവുന്നു? ഫോർ എക്സാമ്പിൾ മാർക്കോ പോളോ ഈ പറഞ്ഞതിൽ ഏതിനോട് മാച്ച് ആവുന്നു? അങ്ങനെ 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 ഓരോന്നും കൃത്യമായിട്ട് എഴുതാനാണ്. വേഗം നോക്കിക്കേ. ABCDEFGH എന്ന് നിങ്ങൾ എഴുതാ. നേരെ 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ നമ്പർ ഇടാ. അല്ലെങ്കിൽ നേരെ എഴുതിക്കോളൂ. എയുടെ നേരെ കറക്റ്റ് ആയിട്ട് വരുന്നെടുത്ത് എഴുതിക്കോ. നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. ഓക്കെ ആണോ? യെസ്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ഒരു ടേബിൾ കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, എന്താണ് പറയുന്നത്? കേരളത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിനോദസഞ്ചാരികൾ, സം ഫോറിനർ ട്രാവലേഴ്സ് ഹു മെൻഷൻഡ് അബൌട്ട് ദ കേരള. കണ്ടോ? അതിൽ ഒന്നാമത്തെ ആളാരായിരുന്നു? മെഗസ്തനീസ് ആണ്. അദ്ദേഹം ഗ്രീസിലാണ് കേട്ടോ. ഗ്രീസിലാണ് പരാമർശിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത് നോക്കാം. സുലൈമാനും അതേപോലെ തന്നെ അബ്ദുൾ റസാഖും ഏത് ലാംഗ്വേജ് ആണ്? പേർഷ്യ ആണ് കേട്ടോ. പേർഷ്യ ആണ് ദേശം അഥവാ രാജ്യം വരുന്നത്. ദെൻ മാർക്കോ പോളോ വെന്നീസ് ആണ്. ദെൻ ഇബിൻ ബത്തോത്ത മൊറോക്കോ. നിക്കോളോ കോണ്ടി ഏതാണ്? വെന്നീസ് ആണ് കേട്ടോ. അപ്പൊ നിക്കോളോ കോണ്ടി, മാർക്കോ പോളോ ഏത് തന്നെയാണ്? വെന്നീസ് ആണ്. ദെൻ മാഹുവാൻ ചൈനയാണ്. ബാർബോസ പോർച്ചുഗൽ ആണ് കേട്ടോ. പോർച്ചുഗൽ ആണ് കേട്ടോ. ഇത്രയാണ് നമുക്ക് വരുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടി എൻ്റെ ഒപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്ന്, മെഗസ്തനീസ് രാജ്യം അഥവാ ദേശം ഗ്രീസ് ആണ്. സുലൈമാനും അതേപോലെ തന്നെ അബ്ദുൾ റസാഖും എവിടെയാണ് വരുന്നത്? പേർഷ്യയാണ്. മാർക്കോ പോളോയും അതേപോലെ തന്നെ നിക്കോളോ കോണ്ടിയും വെന്നീസ് ആണ്. ഇബിൻ ബത്തൂത്ത മൊറോക്കയാണ്. മാഹുവാൻ ചൈനയാണ്. ലാസ്റ്റ് വൺ ബാർബോസ പോർച്ചുഗൽ ആണ്. ഓക്കെ, ഇത്രയാണ് വിനോദസഞ്ചാരികളും അവരുടെ ദേശം അഥവാ രാജ്യം വരുന്നതും. ഓക്കെ ആണല്ലോടാ പറഞ്ഞത്? യെസ്. നോക്കാം. റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും വായിച്ചു നോക്കി ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്ന്, നെൽസൺ മണ്ടേല വാസ് ബോൺ ഓൺ 18th July 1918. 1918 ജൂലൈ 18-ാം തീയതിയാണ് നെൽസൺ മണ്ടേല ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ടെംബു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത് അല്ലെ. ഹി ബിലോങ്സ് ടു ദ ടെംബു റോയൽ ഫാമിലി ഓഫ് സൗത്ത് ആഫ്രിക്ക. നെൽസൺ മണ്ടേല വാസ് ബോൺ ഇൻ നൈജീരിയ. നൈജീരിയയിലാണ് ഇദ്ദേഹം ജനിച്ചത്. യു ഹാവ് ടു ചൂസ് ദി കറക്റ്റ് ആൻസേഴ്സ് ഓൺലി. ശരിയായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. കാരണം
ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യാനായിരിക്കും. സോ ഇറ്റ്സ് ക്വസ്റ്റൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നോക്കുക, നോട്ട് എന്നൊരു വേർഡ് അതിലുണ്ടോ എങ്കിൽ നമ്മളത് കാണാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കർപ്പിക്കുന്നത് പോയി, നമ്മുടെ മാർക്ക് പോയി. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 1 2 3. ഇതവിടെ നമ്പർ ഇട്ടോളൂ. 1 2 3 ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്? നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ് അല്ലെ. 1 ഉം 2 ആണ് ശരിയായിട്ടുള്ളത്. റോയൽ ഫാമിലി എന്നൊക്കെ ഉള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? യെസ് ഓർ നോ? യെസ്. നോക്കാം, നെൽസൺ മണ്ടേല വാസ് ബോൺ ഇൻ നൈജീരിയ എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബേക്കൽ ഫോർട്ട് ആർ കറക്റ്റ്? ബേക്കൽ കോട്ടയെ കുറിച്ച് അല്ലെങ്കിൽ ബേക്കൽ കോട്ടയെ കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും പോയിട്ടുള്ളതായിരിക്കും, മെജോറിറ്റി ആളുകളും വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ബേക്കൽ ഫോർട്ട് അഥവാ ബേക്കൽ കോട്ട എന്ന് പറയുന്നത് അല്ലേ. ബേക്കൽ ഫോർട്ട് ഈസ് ദ ലാർജസ്റ്റ് ഫോർട്ട് ഇൻ കേരള. ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ഇറ്റ് വാസ് ബിൽറ്റ് ഡ്യൂറിംഗ് ദ 17th century. 17ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പള്ളിക്കര വില്ലേജ് ഓഫ് കാസർഗോഡ് ഡിസ്ട്രിക്ട്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര ഗ്രാമത്തിലാണ് ഈ പറയുന്ന ബേക്കൽ ഫോർട്ട് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ കോട്ട നിർമ്മിച്ചത്. 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ബേക്കൽ ഫോർട്ടിനെ കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, അല്ലെങ്കിൽ only 1 and 2 3 and 4 all of these ആണോ? നോക്കിക്കേടാ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 2 3 2 and 4 1 and 4 all of these. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, 1 2 and 3 ആണ് അല്ലെ. 1 2 3 ശരിയായിട്ടുള്ളത്. 1 2 3 ശരിയായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എന്താണ് ബേക്കൽ കോട്ട എന്നുള്ളത് അല്ലെ. 17ാം നൂറ്റാണ്ടിൽ, ഏതാണ് 17th century ആണ് കേട്ടോ, 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ എന്തെല്ലാമാണ് സൂക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്തിനായിരുന്നു ഈ കോട്ട? നോക്കാം, ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ എന്നിവയെല്ലാം എവിടെ ഉണ്ടായിരുന്നു? നമ്മൾ ഈ പറഞ്ഞ ബേക്കൽ കോട്ടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ക്ലിയർ? അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ശത്രുക്കൾ വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻകൂട്ടി അറിയാനും അതിനനുസരിച്ച് ഇവർക്ക് തയ്യാറെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുവിധം ഒരുപാട് സജ്ജീകരണമൊക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ അതേപോലെയാണ് ഈ പറയുന്നത്, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, കാര്യങ്ങളെല്ലാം കൂടിയുള്ളതായിരുന്നു ഈ 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബേക്കൽ കോട്ട. ഏറ്റവും വലിയ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. അടുത്ത ദിവസം നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് രേവതി പട്ടത്താനം ആർ കറക്റ്റ്? ഇതൊക്കെ നോക്കി വായിക്കണം. രേവതി പട്ടത്താനം കണ്ടോ, രേവതി പട്ടത്താനം അഥവാ നോക്കിക്കേ, രേവതി പട്ടത്താനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇറ്റ് വാസ് എ ഫേമസ് സോഷ്യലാസ്റ്റിക് അസംബ്ലി എന്നാണ് പറഞ്ഞേക്കണ്ടോ. ഒരു പ്രശസ്തമായ ഒരു പണ്ഡിത സഭയായിരുന്നു. സ്കൂളാസ്റ്റിക് അസംബ്ലി എന്നൊക്കെ നമുക്ക് പറയാം. ഒരു പണ്ഡിത സഭ, ആളുകൾ കൂടിയിരുന്ന ഒരു പണ്ഡിത സഭയായിരുന്നു. ഇറ്റ് വാസ് കണ്ടക്ടഡ് ഡ്യൂറിംഗ് ദ റിഗെയിൻ ഓഫ് സമോരിൻ, അല്ലെങ്കിൽ സാമൂതിരി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സാമൂതിരിയുടെ കാലഘട്ടത്തിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഈ സഭ നടന്നിരുന്നത്. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ തളി ടെമ്പിൾ, തളി ക്ഷേത്രത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ പോർച്ചുഗീസുകാരാണ് ഈ സഭ സംഘടിപ്പിച്ചിരുന്നത് എന്നുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ളത്? ചൂസ് ദ കറക്റ്റ് വൺ ആണ്, നോട്ട് റോങ് അല്ല, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 4 ഏതാണ് ശരി?
യെസ് നോക്ക 1 and 2 3 2 and 4 1 and 4 all of these. ഏതാണ് ശരിയായിട്ടുള്ളത്? 1 2 3 ആണ് അല്ലെ. 1ഉം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. കാരണം അതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പണ്ഡിത സഭ തന്നെയായിരുന്നു. സമൂതിരിയുടെ കാലഘട്ടത്തിലായിരുന്നു നടന്നിരുന്നത് തളി ടെമ്പിളിൽ വെച്ചുമായിരുന്നു. പോർച്ചുഗീസുകാരല്ല അത് ഓർഗനൈസ് ചെയ്തിരുന്നത് എന്നുള്ളതും കൂടി ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, നമുക്ക് അതിനെ കണക്ട് ചെയ്തൊന്ന് വായിക്കണം. കോഴിക്കോട്ടിലെ ചില നോക്കാം. കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളെല്ലാം തന്നിരിക്കുന്നത്. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നു. എവിടെ വെച്ചായിരുന്നു? തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഈ പ്രശസ്തമായ ഈ പണ്ഡിത സദസ്സ് നടന്നിരുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള കണ്ടോ, പോർച്ചുഗീസുകാരല്ല ഈ സഭ നടത്തിയിരുന്നത്, പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ സ്മാരകങ്ങൾ 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ, അതേപോലെ തന്നെ കത്തീഡ്രൽ, കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ തെളിവുകളാണ് എന്നുള്ളതാണ് കേട്ടോ മക്കളെ. ഇത് സെയിം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാരഗ്രാഫാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾമോസ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഒരു 3 രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഒന്ന്, ഈ പറഞ്ഞ രീതിയിൽ രേവതി പട്ടത്താനത്തെ കുറിച്ച് ചോദിക്കാം. അതേപോലെ തന്നെ മിഷ്കൽ പള്ളി, അതേപോലെ തന്നെ 1515 1513 ഇയറിന്റെ പ്രത്യേകത. ഓക്കെ, ഇങ്ങനെ ഒരു 3 രീതിയിൽ 3ഓ 4ഓ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും മാർക്ക് ചെയ്ത് വെക്കുക, നന്നായിട്ട് വായിച്ചു പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മിഷ്ക മോസ്ക് ആർ കറക്റ്റ്? നമ്മൾ പറഞ്ഞു അല്ലേ, മിഷ്കാൽ പള്ളിയെ സംബന്ധിച്ചൊരു ചോദ്യം അവിടെ നിന്ന് വരാമെന്ന്. താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് വാർ സ്പോട്ട് ഓഫ് സാമൂതിരി. സാമൂതിരിമാരുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു നമ്മൾ ഈ പറഞ്ഞ മിഷ്കാൽ പള്ളി എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ കോൺഫ്ലിക്ട്സ് എഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് ബിൽഡ് ഇൻ 1513 ബൈ പോർച്ചുഗീസ്. 1513 പോർച്ചുഗീസുകാരാണ് അത് നിർമ്മിച്ചത്. ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ മിലിറ്ററി ഹിസ്റ്ററി ഓഫ് കാലിക്കറ്റ്. കാലിക്കറ്റിന്റെ, കോഴിക്കോടിന്റെ നഗരത്തിന്റെ സൈനിക ചരിത്രവുമായി ഇത് ബന്ധപ്പെട്ടതാണ്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1 2 3 4 നമ്മൾ ഇപ്പോൾ വായിച്ചതാണ്. ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. കറക്റ്റ് ആൻസർ ഒന്ന് ചൂസ് ചെയ്തേടാ. ഏതാണ് ശരിയായിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ എ ആണ്. 1 2 and 4 ആണല്ലേ. അപ്പൊ ഏതാണ്? 1 2 and 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വന്നിരിക്കുന്നത്. 1 2 and 4. ഇറ്റ് വാസ് ബിൽഡ് ഇൻ 1513 ബൈ പോർച്ചുഗീസ് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ആ ഏരിയ നന്നായിട്ട് കീ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. നമ്മുടെ 12th ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. ഒരു 3ഓ 4ഓ 5ഓ ക്വസ്റ്റ്യൻ വരെ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. സോ നന്നായിട്ട് പഠിക്കാം കേട്ടോ. Okay, which of the following statements about World Pulses Day are correct? Okay, നമ്മൾ ഇനി നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാണ്. വേൾഡ് പൾസസ് ഡേയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഒന്ന്, വേൾഡ് പൾസസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ February 10th എവറി ഇയർ. എല്ലാ വർഷവും ഫെബ്രുവരി 10-നാണ് വേൾഡ് പൾസസ് ഡേ ആചരിക്കുന്നത്. Then അതേപോലെ തന്നെ ഇറ്റ് എയിംസ് ടു ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പൾസസ് ഇൻ ഹ്യൂമൻ ന്യൂട്രീഷൻ അല്ലെ. മനുഷ്യ പോഷകാഹാരത്തിൽ പയർ വർഗ്ഗങ്ങളുടെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ശക്തി വ്യക്തമാക്കുന്നതിനാണ് ഈ ഒരു ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ദ അവയർനെസ് അബൌട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിര കൃഷി എന്ന ഒരു ആശയത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണോ ഈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഓൺലി ഇൻ പൾസ് പ്രൊഡ്യൂസിങ് കൺട്രീസ്. കണ്ടോ, ഇത് എവിടെ മാത്രമാണ്? പയർവർഗ്ഗ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, നമുക്കറിയാം. തേർഡ് വൺ ഒഴിച്ചല്ലേ. ഇതൊരു സുസ്ഥിര വികസന കൃഷിയോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്താണ്? ന്യൂട്രീഷൻസിന്റെ അളവ് കൂട്ടാനും ജനങ്ങളെല്ലാവരും കൃത്യമായ രീതിയിൽ ന്യൂട്രീഷൻസ് എടുക്കാനും കാര്യങ്ങൾക്കെല്ലാമായിട്ട് ന്യൂട്രീഷൻസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ രാജ്യങ്ങളും എല്ലാ വർഷം കൃത്യം February 10
ആചരിക്കുന്നതാണ് വേൾഡ് പൾസസ് ഡേ എന്നുള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്തേക്കുക. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡേയ്സ് ചോദിക്കും. ഡേയ്സും ഡേറ്റും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡേയ്സും എല്ലാവരും പഠിച്ചേക്കണം. ഡേയ്സും ഡേറ്റ്സും, കാരണം അതിൽ നിന്ന് നമ്മൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഓരോ ഡേയും അതിനെക്കുറിച്ച് കണക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? യെസ്. Then നോക്കടാ, who will present the last budget of the present government? നമ്മൾ ഓരോ മന്ത്രിമാരോട് തന്നിട്ടുണ്ട് അല്ലേ? പിണറായി വിജയൻ, അതേപോലെ തന്നെ തോമസ് ഐസക്, വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ. ആരാണ് നമ്മുടെ നിലവിലെ സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? ആരായിരുന്നു? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കെ എൻ ബാലഗോപാൽ ആണ് കേട്ടോ. ആരാണ്? കെ എൻ ബാലഗോപാൽ ആണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. മക്കളെ, ഇവിടെ നമ്മുടെ ഓരോ മിനിസ്റ്റേഴ്സും അവരുടെ ഡിപ്പാർട്ട്മെന്റ്സും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് ഓരോ മിനിസ്റ്റേഴ്സും അവരുടെ ഡിപ്പാർട്ട്മെന്റ്സും. ഓക്കെ, അതേപോലെ തന്നെ വെരി റീസെന്റ് നടന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്തൊന്ന് പഠിച്ചേക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ വെരി റീസെന്റ് ആണല്ലേ ലാസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ അവിടെ നിന്നൊരു ചോദ്യം വന്നു, ആരായിരുന്നു അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? കെ എൻ ബാലഗോപാൽ ആണ്. ഇനിയിപ്പോ വെരി റീസെന്റ് വേറെ ഏതെങ്കിലും മന്ത്രിയെ കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് ആഡ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ചോദിക്കാം നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് മുന്നേ വരെ കേട്ടോ, ഒരു 1 to 2 weeks വരെ നോക്കിയേക്കാം. ഓക്കെ, അടുത്ത ദിവസം നോക്കടാ. വിച്ച് കൺട്രി റീസെന്റ് ബാൻഡ് മൊബൈൽ ഫോൺസ് ഇൻ സ്കൂൾസ് ടു ഇംപ്രൂവ് ദ സ്റ്റുഡൻസ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്? അല്ലെ, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി അടുത്തിടെ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച രാജ്യം ഏതാണ് എന്നാ ചോദിച്ചത്. ഏത് രാജ്യമാണ് നിരോധിച്ചത്? സൗദി അറേബ്യ ആണോ, ഖത്തർ ആണോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണോ, ഒമാൻ ആണോ? ഏത് രാജ്യമാണ് അടുത്തിടെ മൊബൈൽ ഫോൺ നിരോധിച്ചത്? ഓപ്ഷൻ സി ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE ആണ് അടുത്തിടെ മൊബൈൽ ഫോൺസ് സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ വളരെ കുറച്ച് USSന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, മിസ്റ്റേക്സ് ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒന്നുകൂടി ഇരുന്ന് നന്നായിട്ട് പഠിച്ച് കവറപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മുടെ ടെലഗ്രാം ചാനൽ ഡെയിലി കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ മെൻറ്റർ ടെലഗ്രാം ചാനലിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനും എക്സാംസ് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. സോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കുക. കാരണം നമുക്ക് ഏറ്റവും ഉഷാറായിട്ട് തന്നെ USS പഠിച്ചു പോകണം. February 14th എക്സാംസിനായിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ, നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ.